വിണ്ണുണർന്നു മണ്ണുണർന്നു വാനിൽ താരകൾ കൺതുറന്നു മഞ്ഞുതീരും താഴ്വരയിൽ മാലാഖമാർ പാടുന്നു. വിണ്ണുണർന്നു മണ്ണുണർന്നു വാനിൽ താരകൾ കൺതുറന്നു മഞ്ഞുതീരും താഴ്വരയിൽ മാലാഖമാർ പാടുന്നു. ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹം മാംസം ധരിച്ച് ഭൂമിയുടെ മൂർധാവിൽ ചുംബിക്കുന്ന സുവർണ സുദിനം. പാലിന്റെ കാത്തിരിപ്പിന്റെ സാക്ഷാത്കാരത്തിനായി സ്വർഗത്തിന്റെ സുന്ദര സമ്മാനം. മഞ്ഞിൻ പാതുകമണിഞ്ഞും താരനിരകളാൽ പുഞ്ചിരി തൂകിയും അവൾ ഒരുങ്ങി. അവന്റെ വരവിനായി അവൻ ഉടനെ വരും. രക്ഷകന്റെ വരവിനായി ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ സ്നാപക യോഹന്നാന്റെ ജനനത്തെ പ്രതിപാദിക്കുന്ന വിശുദ്ധ ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത. ഈ ശിശു ആരായിത്തീരും? പിറന്നു വീഴുന്ന ഓരോ ശിശുവിനെ കുറിച്ചും ചോദിക്കാവുന്ന ചോദ്യം. ഓരോ പിറവിയും ഓരോ നിയോഗമാണ്, ജീവിതം അതിനുള്ള ഉത്തരവും. അനന്ത സാധ്യതകളുടെ അപാരതയുമായിട്ടാണ് ഓരോ ശിശുവും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുക. ഒരുവൻ മഹാത്മാവോ മഹാപാതകിയോ ആവുന്നത് അവന്റെ സമൂഹ അന്തരീക്ഷത്തിലും. വായ തുറക്കുന്ന സക്കറിയ ആത്മാവിൽ നിറഞ്ഞ് സംസാരിച്ചു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. സക്കറിയ എന്ന് വിളിക്കപ്പെടേണ്ട ശിശുവിനെ യോഹന്നാൻ എന്ന് വിളിക്കുന്നതും ആത്മാവിന്റെ പ്രവൃത്തിയാണ്. കാലാകാലങ്ങളായി നിലനിൽക്കുന്ന കാലഹരണപ്പെട്ട പാരമ്പര്യങ്ങളെ, ആചാരങ്ങളെ, പതിവുകളെ ചിലപ്പോഴെങ്കിലും ഉടച്ചു വാർക്കണം. അത് ആത്മാവിന്റെ പ്രചോദനത്താൽ ചെയ്യേണ്ട കർമ്മം. അതിന് ആദ്യം നാം ദൈവത്തെ കേൾക്കണം, കേട്ടത് പ്രവർത്തിക്കണം. അപ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ അഴിയും. ആത്മാവിന്റെ പ്രചോദനത്താൽ കാലത്തിന്റെ വക്താക്കളായി പ്രഘോഷിക്കുവാൻ സാധിക്കും. പിറവി തിരുനാളിന്റെ എല്ലാ അനുഗ്രഹാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി.